നീറ്റ് ആസ്പിരൻസ് ആയ പാരൻസിനോടാണ് പറയാനുള്ളത്. അപ്പോൾ പാരൻസ് വിചാരിക്കുന്നുണ്ടാവും ഞാനെപ്പോഴാണ് നീറ്റ് ആസ്പിരൻ്റ് ആയത്, എൻ്റെ മക്കളല്ലേ നീറ്റ് ആസ്പിരൻ്റ് എന്നുള്ളത്. പക്ഷേ റിയലി നമ്മുടെ ഡോപ്പൻ്റെ വാത്സല്യ പ്രോഗ്രാമൊക്കെ പങ്കെടുത്ത ആൾക്ക് മനസ്സിലാവും ശരിക്കും നിങ്ങളും ഒരു നീറ്റ് ആസ്പിരൻ്റ് ആണ്. കാരണം നിങ്ങളും ആദ്യമായിട്ടാണ് ഒരു നീറ്റ് ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളോട് ചോദിക്കാൻ മനസ്സിലാവും കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്, അവരുടെ ഡിസിഷനിൽ നമുക്ക് പങ്കുണ്ട്, അവർ പ്രിപ്പയർ ചെയ്യുന്ന പോലെ നമ്മളും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ. എക്സാം കഴിഞ്ഞിട്ട് പിന്നെ എന്താവും എന്നുള്ള കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ് പാരൻസും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പാരൻസ് ഓരോ കോളിംഗ് ഡേക്കൊക്കെ ഓരോ കോൾ വരുന്ന സമയത്ത് ദേ ആർ ഓൾസോ പ്രിപ്പയറിങ്. സോ അവരും നീറ്റ് ആസ്പിരൻസ് ആണ്. അപ്പം രസകരമായിട്ട് നമ്മൾ വാത്സല്യ പ്രോഗ്രാമിന് ഒരു മെൻഡി ക്വിസ് നടത്തിയിട്ടുണ്ടായിരുന്നു പാരൻസിന്. അപ്പോൾ കുറേ പാരൻസിന് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, MCQ പോലെ തന്നെയാണ് ചോദിക്കുക. അപ്പോൾ അതിൽ പിന്നെ നമ്മളൊരു 7 എത്ര മാർക്കിനാണ് നീറ്റ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വന്ന സമയത്ത് എല്ലാവർക്കും ഒരേ 720 ആണെന്നുള്ളത്. അപ്പോൾ ചില ആൾക്കാർ 700 മാർക്ക് ചെയ്തു, ചില ആൾക്കാർ 960 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അയ്യോ നിങ്ങൾക്ക് അറിയുന്നത് ഞാൻ മാറിപ്പോയതാണെന്നുള്ളത്. സെയിം സംഭവം തന്നെയാണ് നമ്മൾ വിദ്യാർത്ഥികളിലും നടക്കുന്നത്. കാരണം 3 മണിക്കൂർ ആണ് അവർ പിന്നെ ഫുൾ ഫോക്കസ് ചെയ്തിട്ട് 3 അവർ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിട്ട് ഇരുന്ന് ഇത്രയും പഠിച്ച പാഠഭാഗങ്ങളൊക്കെ കോർത്തിണക്കി കണക്ട് ചെയ്ത് അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ച് ചെയ്ത് ഇങ്ങനെയാണ് കുട്ടികൾ എക്സാം എഴുതുന്നത്. അപ്പം എത്രത്തോളം മിസ്റ്റേക്സ് വരാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു സിനിമ പോലും നമുക്ക് 3 മണിക്കൂർ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ കാണാൻ പറ്റില്ല. ഇത്രയും വലിയൊരു ടാസ്ക് എടുക്കുന്ന കുട്ടികളാണ്, അതിൻ്റെ ഏറ്റവും പീക്ക് ടൈമിലോട്ട് പോകുന്ന കുട്ടികളാണ്. അപ്പോൾ കുട്ടികളോട് പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഇങ്ങോട്ടും പറയാനുള്ളത്. മാർക്ക് വരും, കമ്പയർ ചെയ്യരുത്. അതേപോലെ തന്നെയാണ് അവരോട് പറയണം, നീ നിൻ്റെ മാർക്ക് മാത്രം നോക്കുക, ഇന്നലത്തെ മാർക്കിനേക്കാളും നീ ഇന്ന് മാർക്ക് കൂടിയിട്ടുണ്ടോ, അതിനേക്കാൾ ഉപരി ഇന്നത്തേനേക്കാളും നിനക്ക് പ്രിപ്പറേഷൻ ഇമ്പ്രൂവ് ആയിട്ടില്ലേ, അത് മതി. നീ ഇപ്പോൾ ഇത്രയും വരെ എത്തിയിട്ടില്ലേ, നീ എക്സാം കൂളായിട്ട് എഴുതിക്കോ, അടിപൊളിയായിട്ട്. ഒരു സാധനം പോലും നീ എന്ത് ചെയ്യരുത്, നിൻ്റെ മൈൻഡിൽ ഒരു സാധനം വരരുത്. കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നീ ഇത്രയൊക്കെ ചെയ്യുന്നത് നമ്മൾ വിചാരിച്ചിട്ടില്ല. ഇത്രയും പ്രിപ്പയർ ചെയ്ത് ഫോണൊക്കെ ഒഴിവാക്കി, അന്നത്തെ കാലത്തൊക്കെ ഫോണൊക്കെ ഒഴിവാക്കിയിട്ട് ഇത്രയും പ്രിപ്പയർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇമ്പോസിബിളാണ് ശരിക്കും. അപ്പം അങ്ങനെ തന്നെ പറയണം, അത് ശരിക്കും ഇമ്പോസിബിളായ കാര്യം അങ്ങനെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അത് കുട്ടികൾക്ക് കോൺഫിഡൻസ് കൂട്ടും, പോസിറ്റീവ് ആക്കും, അവരുടെ പ്രഷർ മാനേജ് ചെയ്യാൻ അവർ കുറച്ചും കൂടി ഈസി ആയിക്കാറും, അപ്പം അവരുടെ മാർക്കും കൂടും. ആലോചിച്ച് നോക്കിയാണ് നമുക്ക് തന്നെ ഇപ്പോൾ പാരൻസിന് തന്നെ മൊബൈൽ ഫോണില്ലാതെ ഒരു വർഷമൊക്കെ എങ്ങനെയാണ് നമുക്ക് പിന്നെ നിൽക്കാൻ പറ്റുക. അവർ ആ ഒരു ഏജിൻ്റെ പീക്ക് സമയത്താണ് അവർക്ക് ചെയ്യുന്നത്. പ്ലസ് അവർ പ്രിപ്പയർ ചെയ്യുകയാണ്. അവർക്ക് തന്നെ അറിയുന്നത് ഇത്രയും വലിയ എക്സാമാണ്, കുറച്ച് പേർക്ക് ഇത് കിട്ടുള്ളൂ. സ്റ്റിൽ ദേ ആർ പ്രിപ്പയറിങ്. അവർ അവസാനത്തെ ലാപ്പ് വരെ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ആർ ജം. അങ്ങനെ തന്നെ പറയേണ്ടത്. അവർ നല്ല അടിപൊളി ആൾക്കാരാണ്, അവർ എവിടെയെങ്കിലും എത്തും. അത് നിങ്ങളുടെ മൈൻഡിൽ ആദ്യം ഉണ്ടാവണം. അത് പറഞ്ഞു തന്നിട്ടല്ല, നിങ്ങൾ ഉള്ളിൽ തന്നെ ഇത് മനസ്സിലാവണം. അതായത് ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ എവിടെയും വായിച്ചിട്ടോ എന്നല്ല, ഇതിൻ്റെ റിയാലിറ്റി നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ നമുക്ക് എൻട്രൻസ് കിട്ടിയ കുട്ടികളും പാരൻസൊക്കെ അവിടെ വരാറുണ്ട്. അപ്പോൾ എല്ലാ പാരൻസിനും ഏകദേശം ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക. അവർ ഇത്രക്ക് മെനക്കെട്ട് പഠിച്ചതല്ലേ, ഇനിയിപ്പോൾ എന്താ എക്സാം കൂടി എഴുതിക്കോളും, എന്തെങ്കിലും വരുന്നവർ വെച്ച് കാണാം. ആ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുക. വളരെ തമാശ രൂപത്തിൽ പറയാം. ഇത്രയും ആൾക്കാർ ചെയ്യുന്ന സമയത്ത് 22 ലക്ഷം ആൾക്കാർ ചെയ്യുന്നത് ഏകദേശം ഒരു 25,000 കുട്ടികൾക്കാണ് ഗവൺമെൻറ് സീറ്റ് കിട്ടുക. ബാക്കിയുള്ള അതായത് ഏകദേശം 99% പിന്നെ കിട്ടാതിരിക്കുന്നതാണ് നോർമൽ. മനസ്സിലായില്ലേ? മറ്റേത് കുറച്ചും കൂടി എക്സ്ട്രാ ഓർഡിനറി ആണ്. നമ്മൾ സ്റ്റിൽ ഈ പ്രിപ്പറേഷനിലോട് കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ആ ഒരു ഇമേജ് കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്ത് നമ്മൾ ഏത് ലെവലിൽ എത്തിയിട്ടുണ്ട്. സോ മേ ബി നമ്മൾ ലാൻഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിരിക്കാം. പക്ഷെ അതൊന്നും നമ്മളതിൽ പിന്നെ പ്രിപ്പറേഷനിൽ മോശമെന്നുള്ളതല്ല അതിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പാരൻസ് ഇത്ര മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളും നീറ്റ് ആസ്പിരൻസ് ആണ്, നിങ്ങൾക്കും പ്രഷറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, കുട്ടികളെ വളരെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, ഡീൽ ചെയ്ത് പോകണം. എന്നാൽ മാത്രമേ കുട്ടികളുടെ പ്രഷർ കുറക്കാനും ബാക്കി കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസം കുട്ടികളെ വിളിക്കുന്ന സമയത്ത് ബി എ ബെറ്റർ പേഴ്സൺ ടുമോറോ, ആ രീതിയിൽ തന്നെ പറയാം. ഇന്നത്തെ കുഴപ്പമില്ല, നാളെ ഈ പിടിക്കും. എക്സാമിൻ്റെ അന്ന് ഏറ്റവും ബെസ്റ്റ് ഡേയിലേക്കാണ് നീ എക്സാം വരുന്നത്, ആക്കിയിട്ട് ഈ വിട്ടേക്ക്. ഓക്കെ, ഇവിടെ വന്നിട്ട് നമുക്ക് അടിച്ചു വിളിക്കണ്ടേ, ആ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആവും. അപ്പോൾ ആ ഒരു വേർഡുകൾക്ക് നിങ്ങൾ പറയുന്ന പോലെയല്ല, അവർക്ക് കിട്ടുന്ന ഫീൽ, അവരുടെ ഇപ്പോഴത്തെ ഒരു മെൻറ്റൽ സ്റ്റാറ്റസ് വെച്ചിട്ട് അവർക്ക് കിട്ടുന്ന ഫീൽ വേറെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന പാരൻസിൻ്റെ പ്രശ്നങ്ങളാണ് അതൊക്കെ. ബാക്കി ഇപ്പോൾ +2 കൂടെ തന്നെ എഴുതാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ പാരൻസ് വരുന്നൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ വളരെ ലൈറ്റായിട്ട് കാണാമെന്നുള്ളതാണ്. മറ്റത് വളരെ സീരിയസ്നെസ് കൂടിപ്പോലും ഇവിടെ +2 കൂടെ എഴുതാൻ പോകുന്ന ആൾക്കാർ കുറച്ച് ലൈറ്റായിട്ട് കാണും. അത് എന്തായാലും കിട്ടുന്നില്ല, പോയി എഴുതിക്കുമെന്ന് പറയും. പക്ഷേ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ബേസിക്കായിട്ട് അറിയേണ്ട കാര്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്കിൽ നീ ചെയ്യണം കേട്ടോ. കുറച്ചെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോകണം, നമുക്ക് നോക്കാമല്ലോ. അതായത് പ്രഷറല്ല, നമുക്ക് നോക്കാമല്ലോ. അതുപോലെ അറ്റ്ലീസ്റ്റ് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ വന്നത് ടോപ്പിക്കൊക്കെ എടുത്ത് ഒന്ന് വായിച്ചു നോക്കും. ഓക്കെ, ഏതെങ്കിലും ചാപ്റ്ററൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കി. കുറച്ച് ദിവസമല്ലേ, അങ്ങനെ ആ രീതിയിൽ പറഞ്ഞാൽ അവർക്ക് പിന്നെയും കുറച്ചും കൂടി ഇൻസൈറ്റ് വരും. അതായത് പിള്ളേർ ഭയങ്കര ലൈറ്റ് ആകും, കുറച്ച് സീരിയസ് ആവും ചെയ്യും. മറ്റോ ഭാഗത്ത് എന്ത് ചെയ്യുക, വളരെ സീരിയസ് ആവുന്ന സമയത്ത് നമ്മളൊന്ന് ലൈറ്റാക്കി കൊടുത്താൽ അവരെന്ത് ചെയ്യും, കുറച്ചും കൂടി നോർമലായിട്ട് വരും. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും
മക്കൾ ഈ വർഷത്തെ നീറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യട്ടെ എന്ന് വിഷ് ചെയ്യാണ്. ബൈ.